ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ട്രെസ്ലെച്ചസ് കേക്കാണ്. ഒരു പാനിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ബേക്ക് ചെയ്യാതെയൊക്കെ ഇതുപോലെ ഒരു ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 40 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം കനത്തിലുള്ള ബട്ടറാണ്. അപ്പോൾ ഫ്രൈ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 40 ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഒരുപാട് നേരം വെക്കാനും പാടില്ല. ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ ചൂടുള്ള ബട്ടറിലേക്കാണ് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. അതിനുശേഷം ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു തടിത്തവിയോ മറ്റോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബട്ടറും ആ മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരു മുട്ടയുടെ സ്മെല്ല് നമ്മുടെ കേക്കിലേക്ക് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു ഫ്രൈ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പ് അളവിൽ മൈദ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. ഒരു 1/4 കപ്പ് അളവിൽ പാല്, ഫ്രഷ് ആയിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ളതല്ല, സാധാരണ നോർമൽ മിൽക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വാനില എസൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ക്രീമിലാണ് വാനില എസൻസ് ചേർക്കുന്നത് കേട്ടോ. തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നല്ലൊരു കേക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്യുന്ന ബാറ്ററാക്കി തന്നെ ഇതുപോലെ തന്നെ എടുക്കുക. ചെയ്തതിന് ശേഷം നമ്മുടെ പാനിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത്, ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സൈഡ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാനായതുകൊണ്ട് ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ടില്ല. നിങ്ങളുടെ പാനിന് കട്ടി കുറവാണെന്ന് തോന്നിയാൽ അടിയിലൊരു എന്തെങ്കിലും ഒരു ദോശ തവയോ മറ്റോ വെച്ചതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീയിൽ, വളരെ കുറഞ്ഞ തീയിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വിട്ട് വരും കേട്ടോ. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഇത് നല്ലോണം വിട്ട് വരും. ഇതുപോലെ അടിഭാഗം ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. ഒരു പാൻ കേക്കിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ സ്ക്യൂവർ യൂസ് ചെയ്തിട്ടൊന്ന് നോക്കുമ്പോൾ ക്ലീനായി വന്നാൽ അത് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പാല്, അതുപോലെ ഒരു 1/3 കപ്പ് അളവിൽ ക്രീം. ഇതൊരു മീഡിയം ഫാറ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക്, ഏകദേശം ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിലേക്ക് ഒരു 1/4 കപ്പൊക്കെ തന്നെ മതിയാവും. ഈ ഒരു അളവിലെടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളും ഒന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ നല്ലോണം ഒന്ന് എടുക്കുക. ഇനി ഞാൻ ഇതിലേക്കാണ് വാനില എസൻസ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ക്രീമിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിന് പകരം കേക്ക് റെഡിയാക്കുന്ന സമയത്ത് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ആറിയതിന് ശേഷം സ്പ്രെഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് ഹോൾസ് ആക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഒഴിക്കുന്ന ഈ ക്രീമിൻ്റെ മിക്സർ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അബ്സോർബായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന കണക്കിന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയാലും കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും. ഒട്ടും തന്നെ ഈ ഒരു ക്രീമിൻ്റെ മിക്സ്ചർ ഇല്ലാതെ തന്നെ ആ കേക്ക് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇതാണ് ഇതിന് മുകളിൽ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരു ട്രെസ്ലെച്ചസ് കേക്കുകൾക്ക് മുകളിൽ വിപ്പിംഗ് ക്രീം ടോപ്പിംഗ് ആണ് കോമൺ ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ടോപ്പിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കേക്ക് വേറൊരു പാത്രത്തിലേക്കൊന്നും വെച്ചിട്ടില്ല, അതേ പാനിൽ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം ഐസിങ്ങും ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്നൊരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് വെച്ച് കൊടുത്തത്. ഭംഗിക്ക് വേണ്ടി മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ ലുക്കും ഇതുപോലെ ഒരു സ്ട്രോബെറി വെച്ചിട്ടാണ് കിട്ടുക. നമുക്ക് ഇതിന് പകരം ചെറി വെക്കാം, ട്യൂട്ടി ഫ്രൂട്ടി വെക്കാം, എന്ത് തരം ഗാർണിഷിങ് ഇതിന് മുകളിൽ പോകട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു കനത്തിൽ തന്നെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാവുക കേട്ടോ. ആ ഒരു കേക്കിൻ്റെ ആ ഒരു കനവും അതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ച ആ ഒരു മിൽക്ക് കൂടെ അബ്സോർബ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിലും കനത്തിലൊക്കെ തന്നെ നമുക്ക് കേക്ക് കിട്ടും. സാധാരണ നമ്മൾ ട്രെസ്ലെച്ചസ് കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു പാനിലാണ് ഈ ഒരു കേക്ക് ചെയ്തതെന്ന് ഉറപ്പായിട്ടും പറയാതെ അറിയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു പാനൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.